തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ 13 പവൻ സ്വർണം കണ്ടെത്തി. ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരപ്പിൽ നിന്നാണ് സ്വർണ്ണക്കമ്പി കണ്ടെത്തിയത്. ക്ഷേത്ര പരിസരത്ത് പോലീസ് നടത്തിയ തിരച്ചിലിൽ സ്വർണം കിട്ടിയതോടെ സംഭവം മോഷണമല്ലെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം സ്വർണം കൈകാര്യം ചെയ്തതിലെ വീഴ്ച പരിശോധിക്കുമെന്ന് DCP പറഞ്ഞു. നാല് ദിവസം മുൻപ് മോഷണം പോയ 13 പവന്റെ സ്വർണ്ണ ദണ്ട് കണ്ടെത്തിയത് സ്ട്രോങ് റൂമിൽ നിന്ന് 40 മീറ്റർ അകലെയുള്ള മണൽപ്പരപ്പിൽ പൂണ്ട നിലയിൽ. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയിട്ടുള്ള വിശദീകരണമാണ് ഏറെ ദുരൂഹതകൾ ബാക്കിയാക്കുന്നത്. ആക്ച്വലി ഇത് ഒരു നോർമൽ ഇത് നമ്മുടെ ലാൻഡ് അല്ല, ഇറ്റ് ഈസ് സീ സാൻഡ് ആണ്. സീ സാൻഡ് ഒരു അടി ഡെപ്ത് ഉള്ള സീ സാൻഡ് ആണ്. അതായതുകൊണ്ട് റോഡ് താഴെ പോയായിരുന്നു. സോ അതിന് ബന്ധപ്പെട്ട് ആർക്കും അത് കാണാൻ സാധിച്ചിട്ടില്ല. ആടയാഭരണങ്ങളുടെ സൂക്ഷിപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയും ശ്രീകോവിലിന്റെ വാതിലിന് സ്വർണം പൂശാൻ കരാറെടുത്തവരെയും പോലീസ് ഇന്നലെ വൈകിട്ട് മുതൽ ചോദ്യം ചെയ്തു വരികയായിരുന്നു. ക്ഷേത്രം ജീവനക്കാരിലേക്ക് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത് എന്നതാണ് ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ സ്വർണം കണ്ടെത്തിയ ഘട്ടത്തിൽ ആരും സ്വർണം നഷ്ടപ്പെട്ടതറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് വിശദീകരണം. സ്ട്രോങ് റൂം ഭാഗത്ത് നിന്നും പോലീസിന്റെ സൈഡിൽ നിന്നും അവിടെ ഒരു വീഴ്ച അങ്ങനെ അവിടെ കാണാനില്ല. അവിടെ ഇത് പ്രൊസീജിയർ ഈസ് 7-ാം തീയതി അവരെല്ലാം വേ ചെയ്തിട്ട് അകത്ത് വെക്കാൻ വേണ്ടി പോയി. സോ നോബഡി വിൽ ഗെറ്റ് ടു നോ ദാറ്റ് വെദർ ദാറ്റ് റോഡ് ഈസ് ദെയർ ഓർ നോട്ട്. 10-ാം തീയതി ഓപ്പൺ ചെയ്ത ശേഷം വേ ചെയ്യുന്ന സമയത്ത് മാത്രം മനസ്സിലാവും എന്തെങ്കിലും ഉണ്ടോ ഇല്ല. സോ അതിന്റെ രണ്ട് ഇടയിൽ ആർക്ക് മനസ്സിലാവും, നോബഡി വുഡ് അണ്ടർസ്റ്റാൻഡ് വെദർ എനിത്തിങ് ഈസ് ദെയർ ഓർ നോട്ട്. സ്ട്രോങ് റൂമിൽ ആരെങ്കിലും അതിക്രമിച്ചു കടന്നിട്ടില്ല. ലോക്കറിന് ഒരു തരത്തിലുള്ള കേടുപാടും സംഭവിച്ചിട്ടില്ല. സ്വർണം സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ 7 പേര് സംഘത്തിലുണ്ടായിരുന്നു. അസിസ്റ്റന്റ് മുതൽപ്പടി ലോക്കറിൽ നിന്ന് പെട്ടിയിലുള്ള സ്വർണം കൊണ്ടുവരികയും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വർണ്ണപ്പണിക്കാരന്റെ സഹായത്താൽ തൂക്കം ഉറപ്പാക്കുകയുമാണ് പതിവ് രീതി. പെട്ടിക്കുള്ളിൽ മറ്റൊരു സഞ്ചിയിലാണ് സ്വർണം സൂക്ഷിക്കുന്നത്. സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തിയ ദിവസം ലോക്കറിൽ വെച്ച് തന്നെ പെട്ടി തുറന്ന് സഞ്ചിയുമായി വരികയായിരുന്നു അസിസ്റ്റന്റ് മുതൽപ്പടി. ഇത് മൊഴിയായി നൽകുകയും ചെയ്തിരുന്നു. സ്വർണം കൊണ്ടുവരുമ്പോൾ അസിസ്റ്റന്റ് മുതൽപ്പടിയും പോലീസ് ഗാർഡും തമ്മിൽ അകലമുണ്ടാവുകയും ചെയ്തു. ഈ രണ്ടു കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. 6 മാസങ്ങൾക്ക് മുൻപ് നടന്ന മറ്റൊരു മോഷണത്തിന് പിന്നാലെ സുരക്ഷാ വീഴ്ച ഉണ്ടെന്നുള്ള ആരോപണം നിലനിൽക്കെയാണ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം സ്വർണം തന്നെ നഷ്ടമാകുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പ്രസ്താവന ഒരു കാലഘട്ടത്ത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ ഇതാ സ്വർണം നഷ്ടപ്പെട്ടു എന്ന നിരവധി പരാതികൾ ഹൈക്കോടതിയുടെ മുൻപിൽ കേസ് ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് വീണ്ടും സ്വർണം നഷ്ടപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ ഉൾപ്പെടെ സുരക്ഷാ വീഴ്ചയിലേക്കാണ് വഴി ചൂണ്ടുന്നത്. ക്യാമറമാൻ ബിപിൻ വെൺപകലിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.